ഹായ് ഗൈസ്, ദേ ഇത് കണ്ടോ, ഞാൻ സ്വന്തമായിട്ട് നട്ട ചെടിയാണ്. എൻ്റെ ഫ്ലവേഴ്സ് ഒക്കെ കണ്ടില്ലേ? ഇത് ആഫ്രിക്കയിൽ നിന്നെങ്ങാണ്ട് എൻ്റെ ഒരു കസിൻ എനിക്ക് കൊണ്ടുതന്ന തൈ. എൻ്റെ ഒരു കസിൻ അവിടെ ഉണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുതന്നെ. പക്ഷെ നല്ല നല്ല ഭംഗിയുള്ള, കുഴപ്പമില്ല, നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ആ ദാസേട്ടാ, കൊറേ നാളായല്ലോ കണ്ടിട്ട്. ഇത് എവിടായിരുന്നു? ഞാൻ ബീഹാർ വരെ പോയിരിക്കുകയാണ്. അവിടെ എന്നാ പരിപാടി? അവിടെ ഈ കൊച്ചു പിള്ളേരുടെ ഒക്കെ ഡെവലപ്മെന്റ്സിന് വേണ്ടിട്ട് നമ്മൾ പാർട്ടി ഒന്ന് ഡെവലപ്പ് ചെയ്യണ്ടേ? നിനക്ക് വേറെ പണിയൊന്നുമില്ല. എന്നാലും പണിക്ക് നോക്കൂടെ ഒരു പാർട്ടി എന്ന് പറഞ്ഞ് നടക്കാതെ? അത് ശരി, ഇതൊരു പണിയല്ലേ? എന്ത് പണി? എടി പാർട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയാ? ഇത് തന്നെ പ്രശ്നം, ഒന്നുമില്ല പറയാൻ. ചുമ്മാ അങ്ങ് നടക്കുക പാർട്ടി എന്ന് പറഞ്ഞാൽ. ഇവിടെ ഉണ്ട് 2 ആശ പുറത്തു പോയി. നിങ്ങളുടെ പാർട്ടിയുടെ എന്തോ ആവശ്യത്തിന് പോയി. 2 ദിവസമായി പോയിട്ട് ഒരു ഐഡിയ ഇല്ല. വിളിച്ചു നോക്ക്. നിങ്ങൾ ആശാനായി ശിഷ്യനായി വിളിച്ചു നോക്ക്. അമ്മയുണ്ടോ? ഉണ്ട്, കാണണം. നമ്മുടെ പാർട്ടിക്ക് എതിരാ മെമ്പറാണേ. എന്നാലും ആശാൻ തോറ്റുപോയല്ലോ. തോറ്റുപോയി, മോശമായി പോയി. അല്ല, റാണി ആർക്കോട്ടേത്? അമ്മയ്ക്ക്. വളരെ മോശമായി പോയി. നമ്മൾ ആശാനെ പോലെ കഴിവുള്ള നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടിരണം. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പാര വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? എന്തിനോ ഒരാവശ്യമില്ല കേട്ടോ. ചുമ്മാ രാഷ്ട്രീയപരമായിട്ട് സെറ്റല്ല. എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയ വല്ല പണിക്ക് പോതാസേട്ടാ പ്ലീസ്. എന്ത് പണി? ആകെ അറിയാവുന്ന ഈ പണിയല്ലേ? നന്നായിരിക്കും. അല്ല, റാണി കുറെ ദിവസമായിട്ട് വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ബോറാണ്. ഈ ചെടിയും പൂവൊക്കെ അല്ലേ, ഇതാർക്കും പറ്റി. വീഡിയോ പോരാ അല്ലേ? ദേ നോക്ക്, കണ്ടോ? 4.5 million. ഇതൊക്കെ ആർക്കുണ്ടാക്കും? ഒരു പണി തരില്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒരു പണിയില്ലാത്തവര് നിങ്ങളുടെ പാർട്ടിയിലുണ്ടോ ഇത്രയും? പോട്ടെ, ചേട്ടനുണ്ടോ ഇത്രയും? അതിലൊന്നും വലിയ കാര്യം. ഇതിപ്പോ ഏയുടെ കാലഘട്ടത്തിൽ ആർക്കും വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാലോ. പക്ഷെ അതുപോലെയാണോ പാർട്ടി? അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയക്കാരോട് എന്ത് പറഞ്ഞാലും ഒന്നും മനസ്സിലാവത്തില്ല. ഓ റീച്ച് കുറവാണെങ്കിൽ അഹങ്കാരം മാത്രം കൂടിയിട്ടുണ്ട്. ശരിയാക്കി തരുന്നുണ്ട്. 45 46 47 50 എടാ, നിന്റെ കല്യാണം കഴിഞ്ഞ? ഇല്ല. പിന്നെ തോന്നി കാണിക്കുന്നത്? എന്താ നീ എപ്പോ വന്ന്? ഞാനൊക്കെ വന്നൊരു കുറച്ച് നേരമായി. എവിടെയായിരുന്നു? കണ്ടില്ലല്ലോ. അങ്ങ് ദൂരെ ബീഹാറിൽ. എന്താ പശുവിനെ ഇറക്കാൻ പോയാ? പാർട്ടി പറഞ്ഞു വിട്ടത് തന്നെ. എന്തിന്? അവിടെ ചില വ്യക്തമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും പാർട്ടി അറിഞ്ഞായിരുന്നോ? ഇവിടെ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടാ? ശരി, അല്ലെങ്കിൽ നാട്ടുകാർ തന്നെ. ഇവിടെ എല്ലാരും അങ്ങനെ തന്നെ പറയണേ. ആശാൻ പൊട്ടിയപ്പോ നീ നാട് വിട്ടു വന്നു. ഓടാ, ഞാനിവിടെ ഡെവലപ്പ് ചെയ്യാൻ പോയതല്ലേ? അതെ അതെ അതെ. എടാ, ഈ സമയത്താണ് നമ്മൾ ആശാന്റെ കൂടെ നിൽക്കേണ്ടത്. ആ സമയത്ത് തന്നെ നീ നാട് വിട്ടോണം. നീ ഉണ്ടായിരുന്നില്ലേ? അതെ. ഞാൻ പിന്നെ അവിടെ പോയി ഡെവലപ്പ് ചെയ്ത് വന്നാലേ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനില്ലെങ്കിൽ ഇവിടെ കാണായിരുന്നു. അങ്ങനെ ഒന്നും ചോദിക്കരുത്, അതൊന്നും പറയരുത്. അപ്പൊ പറയാൻ മനസ്സില്ല. അല്ലടാ, ആശാന്റെ അവസ്ഥ എന്താ? ആശാൻ ഭയങ്കര ബാഡ് അടിച്ചിരിക്കാണ്. ആശാനൊന്ന് ഉഷാറാക്കണം. അതിനെ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. നമുക്കൊന്ന് ഉഷാറാക്കി എടുക്കണ്ടേ? ആശാനിപ്പോ നാട്ടിലും വിലയില്ല, വീട്ടിലും വിലയില്ല. അതിന്റെ ഇടയിൽ ആ റാണിയുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആശാനാകെ നാണക്കേടായി. പിന്നെ ന്യൂസ് ചാനലായി, പത്രക്കാരായി. റാണി ഞാൻ കണ്ടായിരുന്നു. എടാ, നീയൊക്കെ എന്തിനാണ് അവളുടെ പുറകെ നടക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടിട്ടാണ്? അങ്ങനെ പറയില്ലടാ. ഇത് തന്നെ ഞാൻ ആ സുജിത്തിനോടും പറയുന്നത്. നീ അത് വിട്. പിന്നെ ആശാന്റെ കാര്യത്തിലേക്കോ? എന്ത് ചെയ്യും? എന്താ വഴി? എന്റെ ഒരു ചെറിയ വഴിയുണ്ട്. എന്ത്? നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ വാടാ. നീ കുറെ നേരമായിട്ട് വഴി പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര നേരമായി? എന്താ കാര്യം? എടാ, നിനക്കൊരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു, അത് മറന്നുപോയി ഉണ്ണികൃഷ്ണ. നീ എന്ത് പെച്ചുമ്പയും പറയണ? എടാ, കൺമുന്നിൽ എന്താ നീതി നടന്നാലും, അത് എത്ര വലിയ കൊലകൊമ്പനായാലും ശരി, അവന്റെ മുഖം നോക്കാതെ നീ യൂട്യൂബിലൂടെ അവരുടെ മുഖം മൂടി വലിച്ചു കയറിയിരുന്ന പോരാളികൃഷ്ണൻ എന്നൊരു യൂട്യൂബ് ചാനൽ നിനക്കുണ്ടായിരുന്നു. മറന്നുപോയി ഉണ്ണികൃഷ്ണ. നീ എന്താണ് ഞാൻ ഇത്ര 5 ഡയലോഗ് അടിച്ചിട്ട് രോമാഞ്ചില്ലാണ്ടിരിക്കണേ? പിന്നെ രോമാഞ്ചം ജീവൻ കിട്ടി തന്നെ ഭാഗ്യം. പണ്ടാ ലോ കോളേജിലെ പിള്ളേർക്ക് കുറച്ച് നിയമം പഠിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തതാ. 2 മാസം ആശുപത്രി കിടന്ന് അവന്മാരെന്റെ ഐഡന്റിറ്റി പുറത്തുവിടത്ത് എന്തോ ഭാഗ്യം. നീ ഇങ്ങനെ പേടിച്ച് ഓടല്ലേ ഉണ്ണികൃഷ്ണ. നിന്നെ പോലുള്ളവരാണ് സമൂഹത്തിന് ആവശ്യം. നീ അങ്ങോട്ട് ഇറങ്ങ്. നീ കൂടുതൽ ഉസ്തല്ലേ? എടാ, നീ എന്നെ കൈപിടിയല്ലടാ. നമ്മുടെ വാസു ആശാന് ഞാൻ വാക്ക് കൊടുത്തതാ. ആശാനൊന്നല്ലെങ്കിൽ ഇത്ര പ്രായമായില്ലേ, വിരമിക്കാറായുള്ള സമയമായില്ലേ. ഇനി നമ്മൾ യൂത്തന്മാരെ ഇറങ്ങട്ടെ, നമ്മൾ യൂത്തന്മാരെ സജീവമാവട്ടെ.
ആശാന് പെൻഷൻ വാങ്ങി വീട്ടിലിരുന്നാ പോരെ, എന്തിനാ വെറുതെ? എൻ്റെ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലായി. നീ സപ്പോർട്ട് ചെയ്യടാ, ഹെൽപ്പ് ചെയ്യടാ. ശരി, പക്ഷെ പണി കൊടുക്കുമ്പോ ആ റാണിക്ക് കൂടെ കൊടുക്കും, അമ്മയ്ക്ക് മാത്രമല്ല. ആ നീ എന്തെങ്കിലും ചെയ്യ്. ആ ഓക്കെ, അപ്പം തുടങ്ങാല്ലേ? തുടങ്ങാം. ഓക്കെ. ആക്ഷൻ. പൊളിക്ക്. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ പോരാളി കൃഷ്. കപടതയുടെ മുഖംമൂടി വലിച്ചു വരാനായിട്ട് ഞാൻ വീണ്ടും മുഖംമൂടി അണിഞ്ഞിരിക്കുന്നു. ഇനി ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ പറയാം എന്തിനു വേണ്ടിയാണ്. പാലാറ്റിങ്ങര പഞ്ചായത്തിലെ 7ാം വാർഡ് മെമ്പർ ദേവികി വാസുദേവനെ കുറിച്ചുള്ള കുറച്ച് നഗ്ന സത്യങ്ങൾ തുറന്നു പറയാനായിട്ടാണ്. സ്ത്രീയെ, നിങ്ങൾക്ക് നാണമില്ലേ? സ്വന്തം ഭർത്താവിനെ 10 വോട്ടുകൾക്ക് തോൽപ്പിച്ച് നിങ്ങൾ വീമ്പളക്കാൻ ലജ്ജ തോന്നുന്നില്ലേ? നിങ്ങളൊരു സ്ത്രീയാണോ? ഈ നാട്ടിൽ നിങ്ങൾ കള്ളവോട്ടോടെ ജയിച്ചാണെന്ന് പാട്ടാണ്. അതുകൊണ്ട് നിങ്ങളൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഞ്ചായത്തിൽ നിന്ന് കൊടുത്ത 10 മുട്ടക്കോഴികളും പൂവൻ കോഴികളാണ്. അതെങ്ങനെ ശരിയാവും? പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ കൊടുത്ത തൈകൾ, മാവിൻ തൈകൾ ഉണ്ടായത് കൈത ചക്കയാണ്. ഇനിയും അഴിമതികൾ പോരാനുണ്ട്, ഇനിയും വരാൻ ബാക്കിയുണ്ട്. അതുമാത്രമല്ലാതെ മെമ്പറുടെ മോൾ റാണി, നീ എന്താണ് ധരിച്ചിരിക്കുന്നത്? നീ എവിടത്തെ ഇൻഫ്ലുവൻസറാണ്? 2 പെട്ടിക്കട ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർ ആവോ? അതും ക്യൂട്ട്നെസ് വിതറി ലൈക്ക് വാങ്ങി കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർ ആവോ? സമൂഹത്തിന് നീ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഡോണ്ട് യു ഫീൽ ലൈക്ക് എ ഷെയിം? Don't you feel ashamed for? Don't you feel Ashamed for? Don't you feel shame for barking like a dog? അപ്പൊ വീണ്ടും സന്ധിക്കർ വരയ്ക്കും. സൈനിങ് ഓഫ്. പോരാളി കൃഷി. ഓക്കെ, പേര് വരെ മറന്നുപോയി. ഓക്കെ അല്ലേ? ഇതുപോലെ നിങ്ങൾക്ക് നാളെ പിന്നെ എപ്പോഴെങ്കിലും വീഡിയോ എടുക്കാം. നിങ്ങൾ കള്ളവോട്ടോടെ ജയിച്ചാണെന്ന് പാട്ടാണ്. അതുകൊണ്ട് നിങ്ങളൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഞ്ചായത്തിൽ നിന്ന് കൊടുത്ത 10 മുട്ടക്കോഴികളും പൂവൻ കോഴികളാണ്. അതെങ്ങനെ ശരിയാവും? പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ കൊടുത്ത തൈകൾ, മാവിൻ തൈകൾ ഉണ്ടായത് കൈത ചക്കയാണ്. ഇനിയും അഴിമതികൾ പോരാനുണ്ട്, ഇനിയും വരാൻ ബാക്കിയുണ്ട്. അത് മാത്രമല്ലാതെ നിങ്ങളുടെ മോൾ റാണി, നീ ഇൻഫ്ലുവൻസർ ആണോ? ഇവൻ ഈ അക്കൗണ്ട് ഡിലീറ്റ് ആണ്. ഇതിപ്പോ എവിടുന്ന് വന്നു? പറയൂ, എനിക്ക് ഉത്തരം തരൂ. ഇനിയും ഇതുപോലെയുള്ള കപട സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ഈ ക്രിഫ്. എനിക്ക് ഉറപ്പാ ഇതൊക്കെ നിന്റെ അച്ഛന്റെ പണിയാ. ഒന്ന് പോകാൻ മേണിച്ചു. അച്ഛനൊന്നും ചെയ്തില്ല, അതിനുള്ള ബുദ്ധി അച്ഛനില്ല. ആര് പറഞ്ഞു? 25 വർഷമായിട്ട് ഞാൻ അങ്ങേരെ കാണുന്നതാ. അങ്ങേർക്കതിനുള്ള ബുദ്ധിയുണ്ട്, അങ്ങേരിത് ചെയ്യിക്കുകയും ചെയ്യും. ഇനി ഞാൻ അച്ഛനൊന്ന് വിളിക്കട്ടെ. ആ വിളിക്കും. എന്താ മോളെ? അച്ഛാ, ആ വീഡിയോ കണ്ടോ? കണ്ടു. അത് അച്ഛനാണോ ചെയ്തത്? മോളോട് ആരാ ഈ വേണ്ടാത്തൊക്കെ പറഞ്ഞേ? മോൾക്കെതിരെ ഒരു വീഡിയോ ചെയ്യാൻ അച്ഛൻ ആരോടെങ്കിലും പറയോ? നിങ്ങൾ അത് ജയിച്ചേ, എനിക്ക് ഉറപ്പാ. നിങ്ങളല്ലാതെ വേറെ ആരും ഇത് ചെയ്യത്തില്ല. ഞാൻ എന്റെ മോളോടാണ് സംസാരിക്കുന്നത്, എന്നോട് അഭിപ്രായം ഒന്നും ചോദിച്ചില്ല. റാണി മോളെ, സമൂഹത്തിൽ നമുക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടിയാൽ നമുക്കെതിരെ നെഗറ്റീവ് പറയാൻ വരെ കുറെ പേര് വരും. അതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ ഫീൽഡിൽ നിന്നാ മതി, അല്ലാത്തവരെ വീട്ടിലിരിക്കുന്നത് നല്ലത്. അങ്ങേരുടെ ഒരു ഒടുക്കത്തെ മോട്ടിവേഷൻ സ്പീച്ച് എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട. അമ്മേ, അച്ഛൻ പറഞ്ഞ ശരിയാ. എന്ത്? അതായത് ഞാനും അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തളരരുത്. കാരണം നമുക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്. ഇതിപ്പോ സമൂഹത്തിൽ എന്റെ എല്ലാ വിലയും പോയി. ഇത് തിരിച്ചു പിടിക്കാൻ എന്തോ ഒരു മാർഗം? അതിന് മാർഗമുണ്ട്. എന്തോന്നു? നമുക്ക് PR വർക്ക് ചെയ്യാം. PR വർക്കാ? അതെന്തോന്നു? അത് ഇതേപോലുള്ള സെലിബ്രിറ്റികൾ ചെയ്യുന്നത്. അതായത് ഇതേപോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസിന് എന്തെങ്കിലും നെഗറ്റീവ് വരുമ്പോൾ അത് നമ്മൾ പോസിറ്റീവായിട്ട് മാറ്റും. അതിന് ഏറ്റവും നല്ലത് PR വർക്കാ. പക്ഷെ കുറച്ച് കാശ് വല്ലതും ഉണ്ടാവും. കാശ് എത്രയായാലും ചെലവായ വേണ്ടിയില്ല. എനിക്ക് എന്റെ പോയ ഒരു ഡിഗ്നിറ്റി, ഒരു സ്റ്റാറ്റസ്, അതൊന്ന് തിരിച്ചു പിടിക്കണം. അത് കിട്ടും, ഉറപ്പാ.